നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും UGC നെറ്റ് ഹിസ്റ്ററി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഭാരതവർഷ, അതായത് അതുപോലെ സഭ ആൻഡ് സമിതി, അതുപോലെ ആശ്രമ സിസ്റ്റം, വർണ്ണ സിസ്റ്റം തുടങ്ങിയ കുറച്ച് പോയിൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ടേംസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നോട്ട്സും കൂടി എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഭാരത് വർഷ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മെനി എപ്പിക്സ് ആൻഡ് അതർ ആൻഷ്യൻ ടെക്സ്റ്റ് മെൻഷൻ ഭാരത് വർഷ. It was a land that belongs to a bigger entity known as Jambudvipua. The Puranas give a detailed theory of how the globe was divided. Bharatvarsha was a center of Jambudvipua. It was considered the innermost of the 7 concentric islands or continents. Bharatvarsha is a translation of the Vedic word Bharata, which signifies Bharata's homeland. അതായത് ഈ ഭാരതവർഷ എന്ന് പറയുന്ന പദം ആദ്യകാല പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ആദ്യകാല ടെക്സ്റ്റുകളിലുമെല്ലാം തന്നെ ഈ ഒരു പദം പരാമർശിക്കപ്പെട്ട് കാണുന്നുണ്ട്. ഈ ഭാരതവർഷ എന്ന് പറയുന്നത് ജംബുദ്വീപ എന്ന് പറയുന്ന ഒരു ബിഗർ എൻറ്റൈറ്റി അല്ലെങ്കിൽ ഒരു ബിഗർ ലാൻഡിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ ബിഗർ ലാൻഡിൻ്റെ ഒരു സെൻറ്റർ ആയിട്ടുള്ള ഭാഗമായിരുന്നു ഭാരതവർഷ എന്ന് പറയുന്നത്. ഭരത എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ഭാരതവർഷ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭരതാസ് ഹോംലാൻഡ്, ഭരതൻ്റെ ഹോംലാൻഡ് എന്ന അർത്ഥത്തിലാണ് ഭാരതവർഷ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടേം ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് പറയപ്പെടുന്നത്. Place had its beginning in the Vedic era. It later developed during the epic and Puranic ages. Another view was the entire nation was given the name Bharatvarsha after the ancient tribe Bharata. The member of this tribe were known as Bharata Sandati. അതായത് ഈ ഭാരതവർഷ എന്ന് പറയുന്ന പദം കണ്ടു തുടങ്ങിയത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത് വേദകാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് അതിനുശേഷം എപ്പിക്കുകളിലും പുരാണങ്ങളിലും ഈ ഭാരതവർഷ എന്ന് പറയുന്ന പദം ഉപയോഗിച്ച് കാണപ്പെടുന്നുണ്ട്. മറ്റൊരു വ്യൂ എന്ന് പറയുന്നത് ഭാരത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരത എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ ട്രൈബ് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നുവെന്നും ആ ട്രൈബിലുള്ള ആളുകൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദിസ് ട്രൈബ് വേർ നോൺ ആസ് ഭാരത സന്തതി, ആ ട്രൈബിലെ ആളുകൾ പിന്നീട് ഭാരത സന്തതി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്നും മറ്റൊരു വ്യൂ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാരത എന്ന് പറയുന്ന പദം ചിലപ്പോൾ ഈ ഒരു പദത്തിൽ നിന്നായിരിക്കണം ഉത്ഭവിച്ചത് എന്നൊരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാരതവർഷ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതായത് ഭരതാസ് ഹോം ലാൻഡാണ് ഭാരതവർഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സഭ ആൻഡ് സമിതിയാണ്. ഈ സഭയും സമിതിയും ആദ്യകാല ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഭരണക്രമത്തിൻ്റെ 2 വിങ്സ് ആയിരുന്നു സഭയും സമിതിയും എന്ന് പറയുന്നത്. സഭ, ഇറ്റ് വാസ് എ സെലക്റ്റഡ് ബോഡി ഓഫ് എൽഡേഴ്സ് ആൻഡ് അഡ്വൈസ്ഡ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് ഓൾസോ ഫങ്ഷൻഡ് ആസ് എ കോർട്ട് ഓഫ് ലോ ആൻഡ് ട്രൈഡ് ക്രിമിനൽ കേസസ്. ദി ഹെഡ് ഓഫ് ദി സഭ വാസ് നോൺ ആസ് സഭാപതി. അതായത് സഭ എന്ന് പറയുന്നത് ഒരു സെലക്റ്റഡ് ബോഡിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കാണുന്ന ഒരു റിപ്പബ്ലിക്കൻ ഫോം എന്ന് പറയുന്നതായിരിക്കും ഒരു എലക്റ്റഡ് ഫോം ആയിരിക്കും അല്ലേ? അപ്പോൾ അതുപോലെ ഒരു സെലക്റ്റഡ് ബോഡി ഓഫ് എൽഡേഴ്സ് ആൻഡ് അഡ്വൈസ്ഡ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേഷൻ. ഭരണത്തിൽ രാജാവിനെ സഹായിക്കുന്നതിനും അല്ലെങ്കിൽ അഡ്വൈസ് നൽകുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എൽഡേഴ്സിൻ്റെ ബോഡിയാണ് സഭ എന്ന് പറയുന്നത്. ഇത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോടതി പോലെയാണ്. ആദ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു കോടതിയായിരുന്നു സഭ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, അതായത് സഭയുടെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? സഭാപതിയാണ്. സഭയുടെ തലവൻ എന്ന് പറയുന്നത് സഭാപതിയാണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സമിതിയാണ്. ഇറ്റ് വാസ് ദി മോസ്റ്റ് പോപ്പുലർ അസംബ്ലി ഇൻക്ലൂഡഡ് കോമൺ പീപ്പിൾ. The Samiti mainly deals with the political business of the state. The head of the Samiti was known as Padi. 2 ഡിഫറൻസ് എന്ന് പറയുന്നത് സഭയും സമിതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സഭ എന്ന് പറയുന്നത് ഒരു എൽഡർ മെമ്പേഴ്സിൻ്റെ അസംബ്ലിയാണ്. അവിടെ എന്ന് പറയുന്നത് എലൈറ്റ്സ് മാത്രമാണ് അവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ സമിതിയിലായിക്കോട്ടെ
എന്താണ് കോമൺ പീപ്പിൾസിന് അംഗത്വമുണ്ട്. സമിതിയിൽ ആർക്ക് അംഗത്വമുണ്ട്? കോമൺ പീപ്പിൾസിന് അംഗത്വമുണ്ട്. ഈ സമിതിയുടെ തലവൻ എന്ന് പറയുന്നത് പതി എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? സഭയുടെ തലവൻ എന്ന് സഭയുടെ തലവൻ എന്ന് പറയുന്നത് സഭാപതിയും സമിതിയുടെ തലവൻ എന്ന് പറയുന്നത് പതിയുമാണ്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വർണ്ണാശ്രമ സിസ്റ്റമാണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ? പ്രജാപതിയുടെ വായിൽ നിന്ന് ബ്രാഹ്മണരും കൈകളിൽ നിന്ന് ക്ഷത്രിയരും തുടകളിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ജന്മമെടുത്തു എന്നാണ് നമ്മൾ ഈ ഒരു വർണ്ണാശ്രമ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നോക്കുന്നത് ബ്രാഹ്മണരെ കുറിച്ചിട്ടാണ്. It includes the intellectual and priestly class who performs religious rituals. Their function is to learn the eternal knowledge of the race. They also performs academic activities and it has sattvic nature. അതായത് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രീസ്ലി ക്ലാസ് ആണ്, പുരോഹിതന്മാരാണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലെ എലൈറ്റ്സ് ആണ്. പ്രജാപതിയുടെ വായിൽ നിന്നും രൂപമെടുത്തത് കൊണ്ട് തന്നെ അവരെന്ന് പറയുന്നത് എലൈറ്റ് ക്ലാസ് ആണ് സമൂഹത്തിൽ. അപ്പോൾ അവരുടെ ജോലി എന്ന് പറയുന്നത് പുരോഹിത വൃത്തിയാണ്. അതുപോലെ അക്കാദമിക് ആക്ടിവിറ്റീസ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു സത്വിക് നേച്ചറാണുള്ളത്. ബ്രാഹ്മണ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സത്വിക് നേച്ചർ എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് ക്ഷത്രിയാസ് ആണ്. ക്ഷത്രിയാസ് റിഗാർഡഡ് ആസ് എ മാർഷ്യൽ ക്ലാസ്. ദേ പെർഫോംസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി സൊസൈറ്റി. ദേ ഹാവ് സത്വിക് രജസ്റ്റിക് നേച്ചർ. ഓക്കെ, ക്ഷത്രിയ എന്ന് പറയുന്നത് നമുക്കറിയാം കൈകളിൽ നിന്നാണ്, ആംസിൽ നിന്നാണ് ജന്മമെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അവരെന്ന് പറയുന്നത് എന്താണ്? മാർഷ്യൽ ക്ലാസ് ആണ്. അല്ലെങ്കിൽ ക്ഷത്രിയർ എന്ന് പറയുന്നത് എന്താണ്? യുദ്ധവുമായൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത്. അവരെന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയിൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണം നോക്കുന്നത് ക്ഷത്രിയാസ് ആണ്. അതുപോലെ ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് സത്വിക് രജസ്റ്റിക് നേച്ചറാണ്. നേരത്തെ ബ്രാഹ്മണാസിൽ നമ്മൾ പറഞ്ഞത് സത്വിക് നേച്ചർ ആണെങ്കിൽ ഇവിടെ ക്ഷത്രിയയിലേക്ക് വരുമ്പോഴേക്കും സത്വിക് രജസ്റ്റിക് നേച്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. വൈശ്യാസ് റിഗാർഡഡ് ആസ് ദി പ്രൊഡക്റ്റീവ് ക്ലാസ് ഓഫ് ദി സൊസൈറ്റി. ദെയർ ഫംഗ്ഷൻ ഇൻക്ലൂഡഡ് trading and business. Vaishyas can generate wealth and they have rajasic tamasic nature. Shudras serves other classes. They also covers the occupation of agriculture and mining. വൈശ്യാസ് എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡക്റ്റീവ് ക്ലാസ് ആണ്. അവരൊരു ആർട്ടിസാൻ കമ്മ്യൂണിറ്റിയാണ്. ആര്? വൈശ്യാസ് എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ടും വെൽത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തിലൂടെയായിരുന്നു? ട്രേഡിലൂടെയായിരുന്നു. ഒരു വ്യാപാരം നടത്തിയിട്ടാണ് അവർ വെൽത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു നേച്ചർ എന്ന് പറയുന്നത് രജസ്റ്റിക് തമസിക് നേച്ചറാണ്. ഇത് ശ്രദ്ധിക്കണം, മാറിപ്പോരുത്. വൈശ്യാസിന് എന്താണ്? രജസ്റ്റിക് തമസിക് നേച്ചറാണ്. ഇനി ശൂദ്രാസ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരൊറ്റ തൊഴിൽ മാത്രമേ ഉള്ളൂ. ഈ 3 ക്ലാസ്സിനെയും സെർവ് ചെയ്യുക, അവരുടെ പാദസേവ ചെയ്യുക എന്ന് പറയുന്നതാണ് ആരുടെ ഡ്യൂട്ടി? ശൂദ്രാസിൻ്റെ ഡ്യൂട്ടി. അവർ പ്രധാനമായിട്ടും കൃഷിയിലും അതുപോലെ ഖനനത്തിലുമായിരുന്നു ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ആശ്രമ സിസ്റ്റമാണ്. ആശ്രമ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് പൊതുവെ തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. അതിനുശേഷം ഗൃഹസ്ഥ, വാനപ്രസ്ഥ, ലാസ്റ്റ് സ്റ്റേജ് സന്യാസ. ഇങ്ങനെ നമ്മുടെ ലൈഫിനെ 4 സ്റ്റേജായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് പൊതുവെ ആശ്രമ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ സ്റ്റേജാണ് ബ്രഹ്മചര്യം. ഇറ്റ് ഈസ് റിഫേർഡ് ആസ് ആൻ അക്കാദമിക് ലേണിംഗ്. ഇറ്റ് ലീഡ്സ് ടു എ സ്റ്റുഡൻസ് ലൈഫ്. ബ്രഹ്മചര്യ ഇൻകുലേറ്റ്സ് ദ സ്റ്റേജ് ഓഫ് ലേണിംഗ് ആൻഡ് സെലിബസി ബേസ്ഡ് ഓൺ ധർമ്മ. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും എന്താണ്? ഒരു സ്റ്റുഡൻറ്റ് ലൈഫാണ് നമ്മൾ നയിക്കുന്നത്. അതുപോലെ ഈ ഒരു ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് ധർമ്മത്തെക്കുറിച്ചാണ്. നമുക്കറിയാം 4 ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്നിങ്ങനെ 4 എണ്ണം ഉണ്ടല്ലേ. അതൊക്കെ ഒരു ബേസിക് നീഡാണ്. അതിൽ ഈ ഒരു ബ്രഹ്മചര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട നീഡ് എന്ന് പറയുന്നത് ധർമ്മമാണ്. അടുത്തത് ഗൃഹസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ലീഡ്സ് എ സെൻട്രൽ സ്റ്റേജ് ലൈഫ് ഫോർ ഹൗസ് ഹോൾഡ് ലൈഫ്. വീട്ടിൽ നമ്മൾ ചിലവഴിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് ഗൃഹസ്ഥ എന്ന് പറയുന്നത്. ഇവിടുത്തെ നീഡ് എന്ന് പറയുന്നത് അർത്ഥവും കാമവുമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മുടെ ബ്രഹ്മചര്യത്തിൽ ധർമ്മത്തിനാണ് പ്രാധാന്യമെങ്കിൽ ഗൃഹസ്ഥയിൽ അർത്ഥവും കാമവുമാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അടുത്തൊരു സ്റ്റേജാണ് വാനപ്രസ്ഥ എന്ന് പറയുന്നത്. ദിസ് സ്റ്റേജ് കോൺസെൻട്രേറ്റഡ് ഓൺ ധർമ്മ ആൻഡ് മോക്ഷ. ലാസ്റ്റ് സ്റ്റേജ് സന്യാസ. ഇറ്റ് ലീഡ്സ് ടു എ റിനൗൺസ്ഡ് ലൈഫ്. അപ്പോൾ ലൈഫിൻ്റെ 4 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ എന്ന് പറയുന്നത്. വാനപ്രസ്ഥം എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റേജാണ്. ഇവിടെ പ്രധാനമായിട്ടും ധർമ്മത്തിനും മോക്ഷത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫാണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചില ടേംസാണ് പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് ഭാരതവർഷ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചു. അതുപോലെ നമ്മൾ സഭ സമിതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. വർണ്ണാശ്രമ സിസ്റ്റം, അതുപോലെ ആശ്രമ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.